എടി ഞാനിപ്പോ വിളിക്കാവേ. ചേച്ചി. ഓ, എന്തിനാ ചേച്ചി ഇത്രയും ഭാരമൊക്കെ കൂടി ഒറ്റയ്ക്ക് എടുത്തോണ്ട് വരുന്നേ? ഇതിനങ്ങനെ പറയത്തക്ക ഭാരമൊന്നുമില്ല. പിന്നെ നനഞ്ഞതായതുകൊണ്ട് കുറച്ച് വെയിറ്റ് കൂടും. അത് പിന്നെ സ്വാഭാവികല്ലേ. എന്തായാലും വെയിറ്റ് ഉണ്ടേ, അത് സമ്മതിച്ചാൽ എന്താ കുഴപ്പം? കുറെ ദിവസത്തെ തുണികളായി ഇപ്പൊ. ബെഡ്ഷീറ്റും പില്ലോ കവറും എല്ലാം കൂടി വാരി കൂട്ടി ഒരു മൂലയിൽ ഇട്ടിരിക്കുവായിരുന്നു. അതാ കഴുകിയേക്കാന്ന് കരുതി. ചേച്ചിയാണോ ഇവിടെ എല്ലാവരുടെയും ഡ്രസ്സ് കഴുകി കൊടുക്കുന്നത്? ഞാനൊന്നുമല്ല, കഴുകാനിവിടെ വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ. ഓ, പിന്നെ ഞാൻ തുണികളെടുത്ത് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കും, ഡിറ്റർജന്റും ചേർക്കും. സ്വന്തം പണി കഴിഞ്ഞ് വാഷിംഗ് മെഷീൻ കീന്ന് വിളിക്കുമ്പോ ഞാൻ ചെന്ന് ആ തുണിയെല്ലാം എടുത്ത് അയയിൽ കൊണ്ടുപോയി വിരിക്കും. അത്രേ ഉള്ളൂ എന്റെ ഡ്യൂട്ടി. എല്ലാ വീട്ടിലും തുണി കഴുകുന്ന പ്രോസസ് ഇങ്ങനൊക്കെ തന്നെയാ. പക്ഷേ അതിന്റെ പേരിൽ മിക്കവാറും അടി നടക്കാറുണ്ട്. ഇതിന്റെ പേരിലൊക്കെ എന്ത് വഴക്കുണ്ടാക്കാനാ? എനിക്കിഷ്ടാ ജോലി ചെയ്യാൻ. എന്തായാലും ചേച്ചി ഒറ്റയ്ക്ക് തുണി എടുത്തോണ്ട് പോണ്ട, ഞാനിവിടെ പിടിക്കാം. ഞാൻ വന്ന സമയം മുതൽ ശ്രദ്ധിക്കുക, ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ട കാര്യങ്ങൾ നോക്കുന്നത് ചാരു ചേച്ചിയാ. തുണി കഴുകലായാലും പാത്രം കഴുകലായാലും കുക്കിംഗ് ആയാലും ഇനി പൂജാമുറി വിളക്ക് വയ്ക്കുന്നത് പോലെ ചേച്ചിയാ. അതിന്റെ കൂടെ വേറൊരു കാര്യം കൂടി ഞാൻ ശ്രദ്ധിച്ചു. ഇവിടുത്തെ മൂത്ത മരുമകളുണ്ടല്ലോ ശ്രേയ ചേച്ചി, ആ ചേച്ചി കുനിഞ്ഞൊരു കുപ്പി എടുക്കുന്നത് പോലെ ഞാനിതുവരെ കണ്ടിട്ടില്ല. ശ്രേയയുടെ ജോലി എന്താന്ന് അറിയോ അഞ്ജനയ്ക്ക്? PWDയിലെ ചീഫ് എഞ്ചിനീയറാ. അവിടെ നല്ല തിരക്കാ ശ്രേയക്ക്. ഓഫീസിലെത്തിക്കഴിഞ്ഞാൽ ഒരു 100 കാര്യങ്ങൾ കാണും. നമ്മൾ വീട്ടിലിരുന്ന് പണിയെടുക്കുന്നതിനേക്കാള് റിസ്ക് അത്. നല്ല ബുദ്ധി പ്രയോഗിക്കേണ്ട കാര്യമാണേ. ആ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന ശ്രേയോട് ഇവിടുത്തെ അടുക്കള പണി കൂടി ചെയ്യാൻ പറയുന്നത് കഷ്ടമല്ലേ അഞ്ജനെ? എന്നാൽ കഴിയുന്ന ഒരു സഹായം, അത്രയുള്ളൂ. പാചകം ചെയ്യാൻ അടുക്കളയിൽ ഒരു വസ്തുവില്ലാതെ, ചെയ്യാൻ ഒരു ജോലിയില്ലാതെ ആകെ മുഷിഞ്ഞിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാ ഏത് സമയം തിരക്കിൽ ജീവിക്കുന്നത്. അടുക്കളയിൽ നിറയെ പച്ചക്കറിയും പലവ്യഞ്ജനവും ഒക്കെ ഇരിക്കുന്നതും അതെടുത്ത് ആൾക്കാർക്ക് പാചകം ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതും തന്നെയല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. എന്നെ വെറുതെ ഒരിടത്തിരുത്താതെ ഏത് സമയം ജോലി ചെയ്യാനുള്ള ഭാഗ്യം തരണേന്നാ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറ്. ഈ ചേച്ചി ആള് കൊള്ളാലോ, ഒരു വെറൈറ്റി പീസാ. വാ, ഇതിന് നല്ല വെയിറ്റ് ഉണ്ടല്ലോ ചേച്ചി. സാരിക്കൊക്കെ ഇത്രയും നീളം വേണം തീരുമാനിച്ചവനെ ആദ്യം തല്ലണം. ശരിക്കും ഇതിന്റെ പാതി നീളത്തിന്റെ ആവശ്യമുള്ളൂ. എന്തിനാ പെണ്ണുങ്ങൾ ഇതെടുത്ത് 3-4 ചുറ്റുരുന്നേ? ഒറ്റ ചുറ്റിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. ഇതിന്റെ പാതി മുറിച്ച് ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കണം. എന്തിനാ ചിരിക്കുന്നേ? ചിരിക്കാൻ വേണ്ടി ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അഞ്ജന ചിരിച്ച വേറൊന്നും കൊണ്ടല്ല രവീന്ദ്രേട്ടാ. ആണുങ്ങള് സാരിയൊന്നും കഴുകി വിരിക്കുന്നത് അഞ്ജന ഇതുവരെ കണ്ടിട്ടില്ല. ആണുങ്ങൾ പെണ്ണുങ്ങളുടെ തുണി കഴുകിയാലേ തുണിയിൽ അഴുക്ക് പോവില്ലേ? അതോ ആണുങ്ങൾ തുണി വിരിച്ചിട്ടാല് അത് ഉണങ്ങില്ലാതെങ്ങനെ ഉണ്ടോ? നിന്റെ ഭർത്താവ് ജോലിക്ക് പോകുന്നുണ്ട്, നീ അവന്റെ ഡ്രസ്സ് കഴുകി വിരിക്കുന്നു. എന്റെ ഭാര്യ ജോലിക്ക് പോകുന്നുണ്ട്, ഞാൻ മേഡത്തിന് തുണി അലക്കി കൊടുക്കുന്നു. അതിനിങ്ങനെ കക്കക്കാന്നും പറഞ്ഞ് ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനതിന് ചിരിച്ചില്ലല്ലോ രവീന്ദ്രേട്ടാ. ചിരിച്ചത് അഞ്ജനയല്ലേ? അല്ല കൊച്ചെന്തിനാ ചിരിച്ചേ? സത്യം പറയണോ കള്ളം പറയണോ? മനസ്സിൽ തോന്നി എന്താന്ന് വെച്ചാ അതങ്ങ് പറഞ്ഞാ മതി, അല്ലാതെ കള്ളമൊന്നും പറയണ്ട. സത്യം പറഞ്ഞ ചേട്ടനെ എനിക്ക് വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു. സത്യമായിട്ട് ഞാൻ കളിയാക്കി ചിരിച്ചതല്ല. ഇന്നത്തെ കാലത്ത് ഏതൊരു പെണ്ണിനും സ്വന്തം കഴുത്തെ താലി കെട്ടാൻ പോകുന്ന ആളിനെ കുറിച്ച് ഒരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ടാവും. എന്റെ മനസ്സിലും അങ്ങനെ ഒരു ചിത്രമുണ്ട്. എന്റെ ഭർത്താവ് എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ മനസ്സിലാഗ്രഹിച്ചോ അതിന്റെ തനി പകർപ്പാണ് അരവിന്ദേട്ടൻ. ഒരു ഭർത്താവിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ ക്വാളിറ്റീസും അരവിന്ദേട്ടനുണ്ട്. ഞാൻ കളിയാക്കിയതാണെന്ന് ചേട്ടന് തോന്നിയെങ്കിൽ ഐ എം റിയലി സോറി ചേട്ടാ.
കളിയാക്കിയതല്ലെങ്കിൽ സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. അത് വിട്ടേക്ക്. ചേട്ടനെ പോലൊരാണിനെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റുമോ? ഭാര്യയ്ക്ക് എല്ലാ റെസ്പെക്റ്റും കൊടുത്ത് മാഡം എന്ന് വിളിക്കുന്നു. ഭാര്യയുടെ ജോലിഭാരം മനസ്സിലാക്കി തുണി വരെ കഴുകി കൊടുക്കുന്നു. ഇത്രയും അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു ഭർത്താവിനെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം.